ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ MCA ഫസ്റ്റ് സെമസ്റ്ററിൽ മാത്സിൽ വരുന്ന ഫസ്റ്റ് മോഡ്യൂളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്, സെറ്റ്സ്. ഓൾറെഡി സെറ്റ്സിൻ്റെ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ബ്രിഡ്ജ് കോഴ്സ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ നോട്ട്സ് ഒന്നും കിട്ടാത്തതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്തില്ല. അപ്പോൾ നമുക്ക് സെം വൈസിലും സെറ്റ്സ് ഈ ചാപ്റ്റർ ഉണ്ട്. ഫസ്റ്റ് സെമ്മിൽ മാത്സിൽ വരുന്ന ഫസ്റ്റ് മോഡ്യൂളാണ് സെറ്റ്സ്. അപ്പോൾ ഈ വീഡിയോ തൊട്ട് നമുക്ക് മാത്സിലുള്ള ഈ മോഡ്യൂൾസ് കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് ഇതാകുമ്പോൾ എൻ്റെ അടുത്ത് ഹാൻഡ് റിട്ടൺ നോട്ട്സും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ഇതിൽ ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നത്. ആൻഡ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് കമൻറ്റ് സെക്ഷനിൽ കംപ്ലീറ്റ് നോട്ട്സ് കിട്ടുന്ന ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കംപ്ലീറ്റ് നോട്ട്സ് വേണമെങ്കിൽ ആ ലിങ്കിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി. എല്ലാ സബ്ജക്റ്റിൻ്റെയും നോട്ട്സ്, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം കിട്ടും. അപ്പോൾ ഇത് സെറ്റ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ ടോപ്പിക്കാണ്. ബാക്കി മോഡ്യൂൾസ് എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ സെറ്റ്സ് ഒരു ചെറിയ മോഡ്യൂളാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ സിലബസ് നോക്കാം, അത് കഴിഞ്ഞിട്ട് ഓരോ ടോപ്പിക്കായിട്ട് പഠിക്കാം. ഇതിൽ ഇൻക്ലൂഡ് ആവുന്ന ടോപ്പിക്സാണ്, സെറ്റ്സിൽ വരുന്ന ടോപ്പിക്സാണ് സെറ്റ്സ്, സെറ്റ് ഓപ്പറേഷൻസ്, റിലേഷൻസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് റിലേഷൻസ്, ഇക്വാലൻസ് റിലേഷൻസ്, ക്ലോഷേഴ്സ് ഓഫ് റിലേഷൻസ്, മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് റിലേഷൻസ്, പാർഷ്യൽ ഓർഡറിംഗ്, എൻ അറേ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഇതൊക്കെയാണ് ഈ ഒരു മോഡ്യൂളിൽ ഇൻക്ലൂഡ് ആവുന്നത്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് സെറ്റ്സ്? സെറ്റ്സിൻ്റെ ഡെഫിനിഷനാണ്, സെറ്റ് ഇസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. സെറ്റ് എന്ന് പറയുന്നത് ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. ആ ഒബ്ജക്ട്സ് റിയൽ വേൾഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഇമാജിനറി ആയിരിക്കാം, പക്ഷേ ഇറ്റ്സ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ആൻഡ് ഈ സെറ്റ്സിനെയൊക്കെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സെറ്റ്സ് നെയിമൊക്കെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് സെറ്റ്സിനകത്ത് വരുന്ന എലമെൻസിനെ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് A = ABCDE. ഇപ്പോൾ ഇതൊരു സെറ്റാണ്. ഈ സെറ്റിൻ്റെ പേരാണ് A. ആ പേരാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സെറ്റിൻ്റെ അകത്ത് വരുന്നത് ABCDE ആണ്. ഇതെല്ലാം സ്മോൾ ലെറ്റേഴ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ നോർമലി എഴുതുമ്പോൾ ഈ ലെറ്റേഴ്സ് മാത്രം യൂസ് ചെയ്യത്തില്ല. ചിലപ്പോൾ നമ്പേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ നെയിംസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ നമ്മളിപ്പോൾ സെറ്റ് ബിൽഡർ ഫോമുണ്ട്. സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ ഒരു എലമെൻറ്റ്, ഒരു സെറ്റിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ സെറ്റ് നെയിം ഈക്വൽ ടു ഒരു വേരിയബിളാണ് കൊടുക്കുന്നത്, വേരിയബിൾ എക്സ് ആണ് കൊടുക്കുന്നത്, സച്ച് ദാറ്റ് ആ വേരിയബിളിൻ്റെ കണ്ടീഷൻ. സോ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ വേരിയബിളിന് എപ്പോഴും സ്മോൾ ലെറ്റർ ആണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ സെറ്റ് നെയിമിന് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാം. നമുക്കിങ്ങനെ ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ ഇങ്ങനെ ഡിവൈഡ് ചെയ്തതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് സെറ്റാണോ അല്ലെങ്കിൽ സെറ്റിൻ്റെ അകത്ത് വരുന്ന വേരിയബിൾ ആണോ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി സെറ്റിനെ നമുക്ക് 2 ടൈപ്പിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ റോസ്റ്റർ മെത്തേഡ്, സെക്കൻഡ് വൺ സെറ്റ് ബിൽഡർ ഫോം. ഇങ്ങനെ 2 ടൈപ്പിൽ നമുക്ക് ഒരു സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ റോസ്റ്റർ ഫോമിൽ നമുക്ക് നോർമലി സെറ്റ് നെയിം ഈക്വൽ ടു എന്ന് കൊടുത്തിട്ട് ഈ കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് സെറ്റിൽ വരുന്ന എലമെൻറ്റ്സ് എല്ലാം നമുക്ക് കൊടുക്കാം. കോമായിട്ട് സെറ്റിൽ വരുന്ന എലമെൻറ്റ്സ് എല്ലാം കൊടുക്കാം. അതാണ് റോസ്റ്റർ മെത്തേഡ്. റോസ്റ്റർ മെത്തേഡിൽ സെറ്റ് നെയിം ഈക്വൽ ടു ഈ കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് വേരിയബിൾസ് എല്ലാം കൊടുക്കും. കോമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വേരിയബിൾസ് എല്ലാം കൊടുക്കുന്നത്. ഇത് റോസ്റ്റർ മെത്തേഡ്. ഇനി സെക്കൻഡ് മെത്തേഡ് ഉണ്ട്, അതാണ് സെറ്റ് ബിൽഡർ ഫോം. ഈ സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ റോസ്റ്റർ മെത്തേഡിൽ കൊടുത്തതുപോലെ ഫുൾ വേരിയബിൾസ് കൊടുക്കൂല. സെറ്റ് നെയിം ഈക്വൽ ടു ഒരു വേരിയബിൾ കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് തന്നെ കൊടുക്കാം. എക്സ് സച്ച് ദാറ്റിന് നമ്മൾ ഇങ്ങനെ കോളണും ഇടാം, കോളൺ അല്ലാതെ ഇങ്ങനെ ഒരു സ്ലാഷും ഇടാം. രണ്ടിനും സെയിം മീനിങ് ആണ്. സച്ച് ദാറ്റ് എന്നാണ് ഇതിൽ റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് സച്ച് ദാറ്റ്, ഇതിൽ ഞാൻ കൂടുതൽ ഈ സ്ലാഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എക്സാമ്പിളിന് ഈ കോളൺ എടുക്കാം. എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ <25. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു സെറ്റിൽ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. അതിൻ്റെ കണ്ടീഷൻ <25 ആണ്. അപ്പോൾ <25 വരുന്ന എല്ലാ നാച്ചുറൽ നമ്പേഴ്സും നമുക്ക് ഈ സെറ്റിൽ വരും. അതിൻ്റെ റോസ്റ്റർ ഫോമാണ് 1 2 3 4 etc. 24. ഇതിൽ <25 ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 25 ഇൻക്ലൂഡ് ആവത്തില്ല. ഇപ്പോൾ ഒരു ഈക്വൽ ടു എന്ന് കൊടുക്കുമ്പോൾ നമുക്കിവിടെ 25 ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ ഇവിടെ <25 മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് 1 to 24 വരെ വരുന്ന വേരിയബിൾസ് എല്ലാം ഈ സെറ്റ് സിക്കകത്ത് കാണും. അപ്പോൾ സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ സെറ്റ് നെയിം ഈക്വൽ ടു ഈ കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് വേരിയബിൾ ഒരെണ്ണം കൊടുത്തിട്ട്, ഇപ്പോൾ നമുക്ക് 2 വേരിയബിൾ ഉണ്ടെങ്കിൽ 2ഉം കൊടുക്കാം. അത് റിലേഷനിലാണ്. അപ്പോൾ ഇവിടെ വേരിയബിൾ എന്താണോ അത് കൊടുത്തിട്ട് സച്ച് ദാറ്റ് എയ്തർ നമുക്ക് ഈ കോളൻ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ സ്ലാഷ് സിമ്പിൾ യൂസ് ചെയ്യാം. സച്ച് ദാറ്റ് ഈ എക്സിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷന് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ സെറ്റ് ബിൽഡർ ഫോമിൽ ആ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ആണ്
സെറ്റ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഫൈനൈറ്റ് സെറ്റും ഉണ്ട്, ഇൻഫിനിറ്റ് സെറ്റും ഉണ്ട്. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത് അതിലുള്ള എലമെൻറ്റ്സ് ഫൈനൈറ്റ് ആയിരിക്കും, നമുക്ക് കൗണ്ട് ചെയ്ത് എടുക്കാൻ പറ്റും, അതാണ് ഫൈനൈറ്റ് സെറ്റ്. ഫോർ എക്സാമ്പിൾ ഇതിൽ ABC എന്ന് 3 സെറ്റ്സ് ഉണ്ട്. എയിൽ 3, 9, 12 ആണ് എലമെൻറ്റ്സ്. അപ്പോൾ എയിൽ മൊത്തം 3 എലമെൻറ്റ്സ് ഉണ്ട്. ഇത് നമുക്ക് ഫൈനൈറ്റ് ആണ്, കൗണ്ട് ചെയ്ത് എടുക്കാം. പിന്നെ ബിയിൽ 1, 2, 3, 4 എക്സെട്ര 100 വരെ ഉണ്ട്. അപ്പോൾ ഇതും ഫൈനൈറ്റ് ആണ്. 1 to 100 വരെ 100 നമ്പേഴ്സാണ് ഉള്ളത് നാച്ചുറൽ നമ്പേഴ്സിൽ. അപ്പോൾ ഇതും ഫൈനൈറ്റ് ആണ്. പിന്നെ C is equal to AEIOU, ഇതും ഫൈനൈറ്റ് സെറ്റാണ്. നെക്സ്റ്റ് വൺ ഇൻഫിനിറ്റ് സെറ്റ്. ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ ആ സെറ്റിനകത്തുള്ള എലമെൻറ്റ്സ് നമുക്ക് കൗണ്ട് ചെയ്ത് എടുക്കാൻ പറ്റൂല, അത് ഇൻഫിനിറ്റ് ആയിരിക്കും. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള സെറ്റാണ് ഇൻഫിനിറ്റ് സെറ്റ്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. A is equal to 1, 2, 3 എക്സെട്ര. ഈ എക്സെട്ര എവിടെ പോയി ഉണ്ടാവും എന്ന് നമുക്കറിയത്തില്ല, നമ്പേഴ്സ് ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ ഇത് ഇൻഫിനിറ്റ് സെറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് A is equal to 1, 2, 3 എക്സെട്ര. പിന്നെ നെക്സ്റ്റ് വൺ ആണ് കാർഡിനാലിറ്റി. കാർഡിനാലിറ്റി എന്ന് പറയുന്നത് ഒരു സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ സെറ്റ്, അതാണ് കാർഡിനാലിറ്റി. ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് ഇസ് കോൾഡ് എസ് കാർഡിനാലിറ്റി. നമ്മൾ കാർഡിനാലിറ്റി ഇപ്പോൾ സെറ്റ് എ ഉണ്ടെങ്കിൽ എയുടെ കാർഡിനാലിറ്റി നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ മാത്സിലൊക്കെ മോഡ്യൂൾ എടുക്കുമ്പോൾ ഇപ്പോൾ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഈ സിമ്പിൾ ഇടുമ്പോൾ പോസിറ്റീവ് നമ്പർ ആവത്തില്ലേ, സെയിം സിമ്പിളാണ് നമ്മൾ കാർഡിനാലിറ്റിക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സെറ്റ് എ ഈസ് ഈക്വൽ ടു 1, 4, 9, 16, 25 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കാർഡിനാലിറ്റി അതാണ്. ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് അത് നമ്മൾ ഇങ്ങനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു 2 ലൈൻസ്, അതിൻ്റെ നടുക്ക് സെറ്റിൻ്റെ പേര് ഈക്വൽ ടു ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് അതാണ് കാർഡിനാലിറ്റി. ഇപ്പോൾ എയിൽ 1, 2, 3, 4, 5 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ കാർഡിനാലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു 5. ഇതാണ് കാർഡിനാലിറ്റി, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ്. പിന്നെ ഒരു ചെറിയ നോട്ടാണ്, ഒരു പോയിൻ്റ് പോലെ. ഇപ്പോൾ ഇപ്പോൾ ഒരു സെറ്റ് എ ഉണ്ട്. ആ സെറ്റ് എയിൽ എക്സ് ഉണ്ടെങ്കിൽ നമ്മളതിന് എക്സ് ബിലോങ്സ് ടു എ എന്ന് എഴുതും. ഇപ്പോൾ ഈ എക്സ് ഈ സെറ്റ് എയിൽ എക്സ് എന്നൊരു വേരിയബിൾ ഇല്ല. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം. എ ഈസ് ഈക്വൽ ടു 1, 4, 9, 16, 25 ആണ്. ഇതിൽ 9 എടുക്കാം. 9 എയിലുണ്ട്, അപ്പോൾ 9 ബിലോങ്സ് ടു എ. ഇവിടെ 8 ഇല്ലല്ലോ, അപ്പോൾ 8 ഡസ് നോട്ട് ബിലോങ്സ് ടു എ. ഇത് ഇങ്ങനെ ഈ സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ബിലോങ്സ് ടു ആണെങ്കിൽ ഇങ്ങനെ കേർവ്ഡ് ആയിട്ട് ഇട്ടിട്ട് ഒരു ഇ പോലെ ഇട്ടാൽ മതി, അത് ബിലോങ്സ് ടു. നോട്ട് ബിലോങ്സ് ടു ആണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്ന പോലെ ഒരു സിമ്പിൾ ഇട്ടാൽ മതി. അപ്പോൾ ഇതാണ് ബിലോങ്സ് ടു. നെക്സ്റ്റ് വൺ ഈക്വൽ സെറ്റ്. ഈക്വൽ സെറ്റ് എന്ന് പറയുന്നത് രണ്ട് സെറ്റിലും സെയിം എലമെൻറ്റ്സ് വേണം, അതാണ് ഈക്വൽ സെറ്റ്സ്. 2 sets A and B are said to be equal if they have the same elements. ഇതിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സെറ്റ് എ ഉണ്ട്, സെറ്റ് എ ഈസ് ഈക്വൽ ടു 1, 2, 3 ആൻഡ് സെറ്റ് ബി ഉണ്ട്, സെറ്റ് ബി ഈസ് ഈക്വൽ ടു 1, 2, 3. രണ്ടിലും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ഉള്ളത് ആൻഡ് ഓൾസോ സെയിം എലമെൻറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ എ ഈക്വൽ ടു ബി ആണ്, എ ഈക്വൽ ടു ബി. ഇനി ഇക്വലൻറ്റ് സെറ്റ്സ് ഉണ്ട്. ഇക്വലൻറ്റ് സെറ്റ്സ് മീൻസ് രണ്ടിലും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് വേണം. കാർഡിനാലിറ്റി സെയിം ആണെങ്കിൽ അത് ഇക്വലൻറ്റ് സെറ്റ്സ് ആണ്. ഈക്വൽ സെറ്റ്സ് മീൻസ് രണ്ടിലും സെയിം എലമെൻറ്റ്സ് കാണും. ഇതിൽ വരുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് സബ്സെറ്റ്. ഇപ്പോൾ എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ബിയിലും കാണണം, അതാണ് സബ്സെറ്റ് മീനിങ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എ ഈസ് ഈക്വൽ ടു 1, 2, 3 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 1, 2, 3, 5, 7, 8. ഇപ്പോൾ രണ്ട് സെറ്റ്സ് ഉണ്ട്. എ ബിയുടെ സബ്സെറ്റ് ആണ്, ബിക്കോസ് എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ബിയിലുണ്ട്. എയിലുള്ളത് 1, 2, 3 ആണ് ആൻഡ് ബിയിലുള്ളത് 1, 2, 3, 5, 7, 8. അപ്പോൾ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ബിയിലും ഉണ്ട്, മീനിങ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. A set A is said to be the subset of set B if each element of A is an element of B and we write it as A is a subset of B. ഇതിൻ്റെ സിമ്പിൾ, സബ്സെറ്റിൻ്റെ സിമ്പിളാണ്. ലൈക്ക് സി പോലെ ഒരു കർവ് കാണും, അതിൻ്റെ അടിയിൽ ഒരു ചെറിയ ലൈനും കാണും. ഇതാണ് സബ്സെറ്റിൻ്റെ സിമ്പിൾ. ചില ബുക്സിലൊക്കെ ഈ ലെസ് ദാൻ സിമ്പിൾ പിന്നെ അതിൻ്റെ അടിയിലൊരു ലൈന് കാണും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ടത്. എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ബിയിലുണ്ടെങ്കിൽ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇനി ഇതിൽ വേറൊരു ടേമും കൂടി ഉണ്ട്, പ്രോപ്പർ സബ്സെറ്റ്. പ്രോപ്പർ സബ്സെറ്റ് മീൻസ് ഇപ്പോൾ എയിലുള്ള എലമെൻറ്റ്സ് എല്ലാം ബിയിൽ കാണണം ആൻഡ് ബിയിൽ എയിലുള്ള എലമെൻറ്റ്സ് ഇല്ലാതെ എക്സ്ട്രാ ഒരു എലമെൻറ്റെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് പ്രോപ്പർ സബ്സെറ്റ്. പ്രോപ്പർ സബ്സെറ്റ് നമ്മൾ വെറും സി മാത്രം വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സി അല്ല, സി പോലെ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എ ഈസ് ഈക്വൽ ടു 1, 2, 3 and B is equal to
1 2 3 എയിലുള്ള എല്ലാ എലമെൻസും ബിയിലുണ്ട്, അപ്പോൾ എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി, അല്ലെങ്കിൽ ബിയിലുള്ള എല്ലാ എലമെൻസും എയിലുണ്ട്, അപ്പോൾ ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എ. രണ്ടിലും ഈക്വൽ എലമെൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് സബ്സെറ്റാണ്, ഇത് നോർമൽ സബ്സെറ്റ്. ഇപ്പോൾ എ ഇസ് ഈക്വൽ ടു 1 2 3 ആൻഡ് ബി ഇസ് ഈക്വൽ ടു 1 2 3 4 5. ഇപ്പോൾ എയിലുള്ള എല്ലാ എലമെൻസും ബിയിലുണ്ട്, ബട്ട് ബിയിൽ എയിലുള്ള എലമെൻറ്റ്സ് മാത്രമല്ലാതെ അതിൽ എക്സ്ട്രാ വേറെ എലമെൻറ്റ്സും ഉണ്ട്. ഇതാണ് പ്രോപ്പർ സബ്സെറ്റ്. പ്രോപ്പർ സബ്സെറ്റിൽ ഇപ്പോൾ എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ പ്രോപ്പർ സബ്സെറ്റിൽ ബിയിൽ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും വേണം വിത്ത് ആൻ എക്സ്ട്രാ എലമെൻറ്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ സബ്സെറ്റാണ്, അങ്ങനെ അല്ലെങ്കിൽ അത് നോർമൽ സബ്സെറ്റ്. പ്രോപ്പർ സബ്സെറ്റ് നമ്മൾ വെറും ഈ സി പോലെ സിമ്പിൾ വെച്ചിട്ടാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. സബ്സെറ്റ് നമ്മൾ സി അതിന് അണ്ടറിൽ ഒരു ലൈൻ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇതിലെ ഒരു ചെറിയ നോട്ടും കൂടി ഉണ്ട്. A is a subset of B implies A is a proper subset, but A is a proper subset of B doesn't implies A is a subset of B. നെക്സ്റ്റ് ഉള്ളതാണ് ഡിഫറെൻറ്റ് നമ്പർ സെറ്റ് റെപ്രസെൻറ്റേഷൻസ്. ഇത് നമുക്ക് പഠിച്ച് വയ്ക്കണം, ബിക്കോസ് നാച്ചുറൽ നമ്പേഴ്സ് ഇതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻറ്റീജേഴ്സിൽ ഏതൊക്കെ ഇൻക്ലൂഡ് ആവും, ഹോൾ നമ്പേഴ്സ്, ഇതൊക്കെ നമ്മൾ പഠിച്ച് വയ്ക്കണം. ബിക്കോസ് ഈ ചാപ്റ്ററിൻ്റെ ലേറ്ററിൽ നമ്മൾ ഇൻറ്റീജേഴ്സ്, ഹോൾ നമ്പേഴ്സ് ഇങ്ങനെ സ്പെസിഫൈ ചെയ്തില്ല, ഈ സിമ്പിൾസ് മാത്രമാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഇപ്പോൾ ഇൻറ്റീജർ ആണെങ്കിൽ അതിൻ്റെ സിമ്പിൾ എന്താ, അതിൽ ഏതൊക്കെ നമ്പേഴ്സാണ് വരുന്നത്, ഇതെല്ലാം നമ്മൾ പഠിച്ച് വയ്ക്കണം. അപ്പോൾ ഇതിൽ ആദ്യം വരുന്നത് നാച്ചുറൽ നമ്പർ സെറ്റാണ്. നാച്ചുറൽ നമ്പർ സെറ്റ് നമ്മൾ എൻ, ക്യാപിറ്റൽ എൻ, പിന്നെ അതിൽ ഒരു ചെറിയ സെക്കൻഡ് ലൈൻ പോലെ വരും. ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ നാച്ചുറൽ നമ്പർ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് നാച്ചുറൽ നമ്പർ സെറ്റ് 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 1 2 3 4 എക്സെട്ര. സെക്കൻഡ് വൺ ഇൻറ്റീജർ നമ്പർ സെറ്റ്. ഇൻറ്റീജർ നമ്പർ സെറ്റ് നമ്മൾ ഇസഡ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇസഡിൽ ഒരു സെക്കൻഡ് ലൈൻ പോലെ വരും. ആൻഡ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇൻറ്റീജേഴ്സിൽ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, സീറോസ് ഉണ്ട്. ഇപ്പോൾ -2 എക്സെട്ര, -2 -1 0 1 2 3 എക്സെട്ര. ഇതാണ് ഇൻറ്റീജർ. ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൽ 1 2 3 എക്സെട്ര ആണ് വരുന്നത്. ഇൻറ്റീജർ നമ്പേഴ്സിൽ നെഗറ്റീവ് വരും, 0 വരും, പോസിറ്റീവ് നമ്പേഴ്സ് വരും. പിന്നെ ഉള്ളത് ഹോൾ നമ്പർ സെറ്റ്. ഹോൾ നമ്പർ സെറ്റ് നമ്മൾ W വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Wയിൽ ഇങ്ങനെ ഡബിൾ ലൈൻസ് വരും. ഇത് നോർമൽ W അല്ല, Wയിൽ ഡബിൾ ലൈൻസ് വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു ഹോൾ നമ്പേഴ്സ് 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 0 1 2 3 എക്സെട്ര. ഇതാണ് ഹോൾ നമ്പർ സെറ്റ്. പിന്നെ വരുന്നതാണ് റാഷണൽ നമ്പർ സെറ്റ്. റാഷണൽ നമ്പർ സെറ്റ് നമ്മൾ Q വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Q ഈ രണ്ട് സൈഡിലും രണ്ട് ലൈൻസ് വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു P/Q, where Q നോട്ട് ഈക്വൽ ടു 0, P and Q ആർ ഇൻറ്റീജേഴ്സ്. ഇതാണ് റാഷണൽ നമ്പർ സെറ്റ്. പിന്നെ റിയൽ നമ്പർ സെറ്റ്. റിയൽ നമ്പർ സെറ്റ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. ഇതാണ് റിയൽ നമ്പർ സെറ്റ്. റിയൽ നമ്പർ സെറ്റ് നമ്മൾ ക്യാപിറ്റൽ R വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ R, അതിൻ്റെ കൂടെ ഒരു ചെറിയ ലൈനും കൂടി വരും. ഇനി ഇതെല്ലാം സബ്സെറ്റ് ഓഫ് അനദർ സെറ്റാണ്. ഇപ്പോൾ നാച്ചുറൽ നമ്പർ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ഹോൾ നമ്പർ, ആൻഡ് ഹോൾ നമ്പർ സെറ്റ് ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് integer, and integer set is a proper subset of rational numbers, and rational numbers is a proper subset of real numbers. അപ്പോൾ ഇതെല്ലാം ഓരോന്നിൻ്റെയും പ്രോപ്പർ സബ്സെറ്റ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓർഡർ, ഇത് പഠിച്ച് വെക്കണം. ആൻഡ് ഓൾസോ ഇതിൽ ഓരോ സെറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ആൻഡ് ഓരോ ഇതിൽ നമ്പേഴ്സ് ഏത് നമ്പർ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതും കൂടി നോട്ട് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഓപ്പറേഷൻസ് ഇൻ സെറ്റ്. സെറ്റിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ക്രോസ് പ്രോഡക്റ്റ്, ഡിഫറൻസ്, ഇതൊക്കെ ഓപ്പറേഷൻസ് ആണ്. സെറ്റ്സിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ അത് 1 by 1 നോക്കാം. ഫസ്റ്റ് വൺ യൂണിയൻ ഓഫ് 2 സെറ്റ്സ്. ഇപ്പോൾ യൂണിയൻ ഓഫ് 2 സെറ്റ്സ്, എ ആൻഡ് ബി രണ്ട് സെറ്റ്സ് ഉണ്ട്. അതിൻ്റെ യൂണിയൻ എന്ന് പറയുന്നത് രണ്ട് സെറ്റ്സിനും ഉള്ള എലമെൻറ്റ്സ് എല്ലാം ചേർത്ത് എഴുതുന്നതാണ് അതിൻ്റെ യൂണിയൻ. ആൻഡ് ഇതിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ഒക്കെ റിമൂവ് ചെയ്യും. ഇപ്പോൾ 2 2 ഉണ്ടെങ്കിൽ അതിൽ ഒരു 2 നമ്മളെടുത്ത് എഴുതത്തുള്ളൂ. ഇതാണ് യൂണിയൻ ഓഫ് 2 സെറ്റ്സ്. 2 സെറ്റ്സിൽ രണ്ട് സെറ്റ്സിലുള്ള എല്ലാ എലമെൻറ്റ്സും നമ്മൾ എടുത്ത് എഴുതും. അത് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒരു നമ്പർ നമ്മൾ ക്യാൻസലാക്കി റിമൂവ് ചെയ്യും. അപ്പോൾ ഈ യൂണിയൻ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ U വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റർ U വെച്ചിട്ടാണ് യൂണിയൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ട് സെറ്റ് ഉണ്ട്, എ ആൻഡ് ബി രണ്ട് സെറ്റ് ഉണ്ടെങ്കിൽ ഇതിനെ എ ക്യാപിറ്റൽ ലെറ്റർ U B ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, എ യൂണിയൻ ബി എന്ന്. ആൻഡ് ഇതിലൊരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു 1 2 3 4 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 1 4 9 16 25.
ഇപ്പോൾ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് എ സെറ്റിലുള്ള എലമെൻറ്റ്സ് എല്ലാം എഴുതാം. 1 2 3 4 1 2 3 4 അങ്ങനെ എഴുതി. പിന്നെ ബി സെറ്റിൽ 1 4 9 16 25 ആണ് ഉള്ളത്. പക്ഷേ 1 and 4 ഓൾറെഡി സെറ്റ് എയിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്ത് എഴുതണ്ട. നെക്സ്റ്റ് വൺ 9 ഇല്ല, അപ്പോൾ 9 എഴുതി. പിന്നെ 16 25. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എഴുതാതെ അങ്ങനെ വിട്ടാൽ മാത്രം മതി. അപ്പോൾ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു 1 2 3 4 9 16 25. ഇതാണ് എ യൂണിയൻ ബി. Union of two sets A and B is denoted by A, capital letter U, B, and it is a set of all elements in A and B. ഇത് ഈ യൂണിയൻ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. സെറ്റ് ബിൽഡർ ഫോമിൽ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. ഇതിൽ സച്ച് ദാറ്റ് ഞാൻ കോളൻ ഇട്ടില്ല, ഇതിൽ സ്ലാഷ് ആണ് യൂസ് ചെയ്യുന്നത്. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. ഇതാണ് യൂണിയൻ ഓപ്പറേഷൻ. പിന്നെ ഉള്ളത് ഇൻ്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ് ആണ്. ഇൻ്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഇസ് ഡിനോട്ടഡ് ബൈ എ. നമ്മൾ യു ഇടൂലേ, അത് അപ്സൈഡ് ഡൗൺ ആക്കി ഇട്ടാൽ മതി. എ ഇങ്ങനെ, ഇതാണ് ഇൻ്റർസെക്ഷൻ്റെ ഒരു സിമ്പിൾ. അപ്പോൾ ഡിനോട്ടഡ് ബൈ എ ഇൻ്റർസെക്ഷൻ ബി ആൻഡ് ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ കോമൺ എലമെൻറ്റ്സ് ഇൻ എ ആൻഡ് ബി. ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം എടുത്ത് എഴുതുന്നതാണ് ഇൻ്റർസെക്ഷൻ. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു 1 2 3 4 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 1 4 9 16 25. ഇതിൽ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു രണ്ടിലും കോമൺ ആയിട്ട് എയിൽ 1 ഉണ്ട് ബിയിലും 1 ഉണ്ട്, അപ്പോൾ 1 എഴുതി. എയിൽ 2 ഉണ്ട് ബിയിൽ 2 ഇല്ല, അതുകൊണ്ട് അത് വിട്ടു. എയിൽ 3 ഉണ്ട് ബിയിലില്ല. എയിൽ 4 ഉണ്ട് ആൻഡ് ബിയിൽ 4 ഉണ്ട്. അപ്പോൾ ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 1 4. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. ഇനി ഇതിനെ ഈ ഇൻ്റർസെക്ഷൻ ഓപ്പറേഷനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സെറ്റ് ബിൽഡർ ഫോമിൽ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി ആണ്. നമ്മൾ ഇൻ്റർസെക്ഷനിൽ ആൻഡ് ഓപ്പറേഷനാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് യൂണിയനിൽ നമ്മൾ ഓർ ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് യൂണിയനിൽ നമ്മൾ എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി എന്ന് എഴുതിയേക്കുന്നത്. ആൻഡ് ഇൻ്റർസെക്ഷനിൽ എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. പിന്നെ അടുത്തൊരു സെറ്റുണ്ട്, ഇത് നൾ സെറ്റാണ്. നൾ സെറ്റ് മീനിങ് അതിൽ എലമെൻറ്റ്സ് ഒന്നും കാണത്തില്ല, അതാണ് നൾ സെറ്റ്. നൾ സെറ്റിനെ നമ്മൾ ഇങ്ങനെ കേർലി ബ്രാക്കറ്റ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ കേർലി ബ്രാക്കറ്റ് മാത്രം ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഫൈ മാത്രം യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ നൾ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇങ്ങനെ ഇടുന്നത് റോങ് മെത്തേഡാണ്. ഇങ്ങനെ ഡബിൾ കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് ഈ ഫൈ ഇട്ടാൽ അത് നൾ സെറ്റ് അല്ല, അത് റോങ് മെത്തേഡാണ്. അപ്പോൾ നൾ സെറ്റിനെ നമ്മൾ എയ്തർ ഈ കേർലി ബ്രാക്കറ്റ് മാത്രം വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫൈ മാത്രം വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു സെറ്റുണ്ട് സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റിൽ ഒരു എലമെൻറ്റേ കാണത്തുള്ളൂ. ഒരു സെറ്റിൽ ഒരു എലമെൻറ്റ് മാത്രം ഉണ്ടെങ്കിൽ അത് സിംഗിൾട്ടൺ സെറ്റാണ്. 3 മാർക്ക് ക്വസ്റ്റ്യനാണ്. നമുക്ക് എക്സാമിൽ 3 മാർക്സിനൊക്കെ ഇത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് എ ബി സി ഈ സെറ്റിലുള്ള എലമെൻറ്റ്സ് എല്ലാം തന്നിട്ട് ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 6 സബ് ക്വസ്റ്റ്യൻസ് തരും. ഇത് 3 മാർക്ക് ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ മാത്രം എഴുതിയിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. ആൻസർ കിട്ടിയില്ലെങ്കിൽ ഈ ആൻസേഴ്സ് എടുത്ത് നോക്കിയാൽ മതി, വീഡിയോ കണ്ടിന്യൂ ചെയ്താൽ മതി. സെറ്റ് എ ഈസ് ഈക്വൽ ടു 2 4 6 8. സെറ്റ് ബി ഈസ് ഈക്വൽ ടു 1 2 3 4 5 ആൻഡ് സെറ്റ് സി ഈസ് ഈക്വൽ ടു 1 3 5 7. ഇതിലിപ്പോൾ 6 സബ്സെറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം 1 by 1. ഫസ്റ്റ് വൺ എ യൂണിയൻ ബി യൂണിയൻ സി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം ആദ്യം നമ്മൾ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ളതാണ് സോൾവ് ചെയ്യേണ്ടത്, പിന്നെയാണ് അത് കമ്പൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എ യൂണിയൻ ബി യൂണിയൻ സി ആണ്. എ യൂണിയൻ ബി ആണ് ബ്രാക്കറ്റിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. എ ഈസ് ഈക്വൽ ടു 2 4 6 8, ബി ഈസ് ഈക്വൽ ടു 1 2 3 4 5. അപ്പോൾ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു രണ്ടിലും ഉള്ള എല്ലാ എലമെൻറ്റ്സും വരും. 2 4 6 8 1 2 3 5. ഇതിൽ 4 ഉണ്ട്, പക്ഷേ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ബിക്കോസ് എ സെറ്റിലും 4 ഉണ്ട്. ഇനി എ യൂണിയൻ ബി യൂണിയൻ സി, ഇതിൻ്റെ കൂടെ എ യൂണിയൻ ബിയുടെ കൂടെ സി യൂണിയൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എ യൂണിയൻ ബി അതിൻ്റെ സൊല്യൂഷൻ ഇവിടെ ഉണ്ട്, അതിൻ്റെ കൂടെ സി മാത്രം ചേർത്താൽ മതി. അപ്പോൾ ആദ്യം ഇതിലുള്ള എല്ലാ എലമെൻറ്റ്സ് എഴുതാം. 2 4 6 8 1 3 5. ഇനി സിയിലുള്ളത്, സിയിൽ 1 3 5 ഉണ്ട്. ഇത് ഓൾറെഡി നമ്മളുടെ സെറ്റിലുണ്ട്, അതുകൊണ്ട് അത് എടുക്കണ്ട. ഇല്ലാത്ത എലമെൻറ്റ് 7 ആണ്, അപ്പോൾ 7 അതിൻ്റെ കൂടെ ചേർത്തു. അപ്പോൾ എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു 2 4 6 8 1 3 5 7. ഇതാണ് ആൻസർ. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എ യൂണിയൻ ബി യൂണിയൻ സി. അപ്പോൾ ഇതിൽ ബി യൂണിയൻ സിക്കാണ് ബ്രാക്കറ്റ് ഉള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ബി യൂണിയൻ സി കണ്ടുപിടിക്കണം.
ഇപ്പോൾ ബിയിൽ 1 2 3 4 5 ഉണ്ട്, സിയിൽ 1 3 5 7 ഉണ്ട്. അപ്പോൾ ഇതിൽ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് 1 2 3 4 5 7 ആണ് കിട്ടുന്നത്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. രണ്ട് സെറ്റിലും ഉള്ള എല്ലാ എലമെൻറ്റ്സും എടുക്കണം. ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സെറ്റിൽ 2 ഉണ്ട്, വേറെ സെറ്റിലും 2 ഉണ്ടെങ്കിൽ ഒരു സെറ്റിലുള്ള 2 മാത്രം എടുത്ത് എഴുതിയാൽ മതി, വേറെ സെറ്റിലുള്ളത് എഴുതണ്ട. അപ്പോൾ ബി യൂണിയൻ സി ചെയ്യുമ്പോൾ നമുക്ക് 1 2 3 4 5 7 കിട്ടും. ഇനി അതിൻ്റെ കൂടെ എ യൂണിയൻ ചേർത്താൽ മതി. അപ്പോൾ ആദ്യം എ യൂണിയൻ ബി യൂണിയൻ സി ആണ്. ഇത് ഓർഡറിൽ തന്നെ വരണമെന്നില്ല, നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. അപ്പോൾ എ യൂണിയൻ ബി യൂണിയൻ സി, എയിലുള്ള എലമെൻറ്റ്സിന് ആദ്യം എഴുതുന്നുണ്ട്. എയിൽ 2 4 6 8 ഉണ്ട്, അപ്പോൾ ആദ്യം 2 4 6 8 എഴുതി. പിന്നെ ബാലൻസ് നമുക്ക് ബി യൂണിയൻ സിയിലുള്ളത് അങ്ങനെ എഴുതിയാൽ മതി. 2 4 6 8 എഴുതി, 2 എഴുതി, 4 എഴുതി, പക്ഷേ 1 ഇല്ല, അപ്പോൾ 1 എഴുതി, 3 5 and 7. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2 4 6 8 1 3 5 7 ആണ്. ആൻഡ് തേർഡ് വൺ എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാനുള്ളതാണ്. എ ഇൻ്റർസെക്ഷൻ ബി മീൻസ് രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് എടുത്തെഴുതണം. അപ്പോൾ എയിൽ 2 ഉണ്ട്, ബിയിലും 2 ഉണ്ട്, അപ്പോൾ അത് എഴുതാം. സെക്കൻഡ് എയിൽ 4 ഉണ്ട്, ബിയിൽ 4 ഉണ്ട്, അത് എഴുതാം. ആൻഡ് എയിൽ 6 ഉണ്ട്, ബിയിലില്ല. എയിൽ 8 ഉണ്ട്, ബിയിലും 8 ഇല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2 4 മാത്രമാണ്. എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 2 and 4. നെക്സ്റ്റ് വൺ ബി ഇൻ്റർസെക്ഷൻ സി കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ ബിയിൽ 1 ഉണ്ട്, സിയിൽ 1 ഉണ്ട്, ബിയിൽ 2 ഉണ്ട്, സിയിലില്ല. ബിയിൽ 3 ഉണ്ട്, സിയിലും 3 ഉണ്ട്. ആൻഡ് 4 ഉണ്ട് ബിയിൽ, ബട്ട് സിയിൽ 4 ഇല്ല. ബിയിൽ 5 ഉണ്ട്, സിയിലും 5 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1 3 5 ആണ്. ഇത് 3 മാത്രമാണ് രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ്. ഇനി അടുത്തത് എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി. ബി ഇൻ്റർസെക്ഷൻ സി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, അപ്പോൾ അതിൻ്റെ കൂടെ എ യൂണിയൻ ആക്കിയാൽ മതി. അപ്പോൾ ആദ്യം എയിലുള്ള എല്ലാ എലമെൻറ്റ്സും എടുത്ത് എഴുതുവാണ് 2 4 6 8. പിന്നെ ബിയിലുള്ള എല്ലാ എലമെൻറ്റ്സും ബി ഇൻ്റർസെക്ഷൻ സിയിലുള്ള എല്ലാ എലമെൻറ്റ്സും എഴുതി 1 3 5. ഇതാണ് ഇതിൻ്റെ ആൻസർ. സിക്സ്ത് വൺ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. ബി യൂണിയൻ സി, പിന്നെ അതിൻ്റെ കൂടെ എ ഇൻ്റർസെക്ഷൻ ചെയ്താൽ മതി. ബി യൂണിയൻ സി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 1 2 3 4 5 7. അപ്പോൾ അതിൻ്റെ കൂടെ എ ഇൻ്റർസെക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ എയിൽ 2 ഉണ്ട്, ബി യൂണിയൻ സിയിലും 2 ഉണ്ട്, അപ്പോൾ 2 നമുക്ക് എഴുതാം. പിന്നെ എയിൽ 4 ഉണ്ട്, ബി യൂണിയൻ സിയിലും 4 ഉണ്ട്, അപ്പോൾ 4 എഴുതാം. എയിൽ 6 ഉണ്ട്, ഇതിൽ 6 ഇല്ല. എയിൽ 8 ഉണ്ട്, ഇതിലും 8 ഇല്ല. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് വണ്ണിൻ്റെ ആൻസർ 2 and 4 മാത്രമാണ്. അപ്പോൾ ഈ വീഡിയോ ഇതോടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വീഡിയോസിൽ പ്രോപ്പർട്ടീസ് ഓഫ് യൂണിയൻ, പിന്നെ അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് തിയറംസ് ഒക്കെ പ്രൂവ് ചെയ്യേണ്ടത്, അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്